ബഹുമാനപ്പെട്ട ഫാദർ തോമസ്, ഫാദർ കുർണോളി ആൻഡ് ഫാദർ ഷോൺ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ രക്ഷിക്കുവാനായി, എളിയവരിൽ എളിയവനായി, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി, കാലിത്തൊഴുത്തിൻ്റെ ശൂന്യതയിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ഉപവാസ വാർഷിക ആഘോഷങ്ങളിലേക്ക് നാം വളരെ ഒരുക്കത്തോടെ എത്തുകയും ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ഈ സ്നേഹത്തിൻ്റെ കൂട്ടമായി നാം ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശംസകൾ കൈമാറുകയാണല്ലോ. യേശുവിനെ കണ്ടുമുട്ടുവാൻ സാധിച്ച ഈ സന്തോഷവേളയിൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനും നന്മയുടെ പാതയിലൂടെ ജീവിതത്തെ നയിക്കുവാനും നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുവാനും 1-2 വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാരിൽ സന്തോഷവും ജ്ഞാനികളിൽ ആരാധനയും ഹെറോദോസിൽ അസ്വസ്ഥതയും ഒഴിവാക്കിയ ഈ വാർത്ത നമ്മൾ ക്രിസ്മസ് ആയി പരിണമിക്കുന്നത് യേശുവിനെ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. ആട്ടിടയന്മാരും ജ്ഞാനികളും യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുറുകുപാടിഞ്ഞിരുന്ന ഹെറോദോസ് യേശുവിന് ഒരു പോലും കാണാൻ കാര്യം ലഭിക്കാതെ മരണമടഞ്ഞ്, അതായത് ദൈവം എളിയവന്റെ പക്കലേക്കാണ് കടന്നുവന്നത്. നേർമല്ലമുള്ള ഹൃദയമുള്ളവർക്ക് പാണ്ഡിത്യത്തിൽ നിന്നും ആരാധനാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആട്ടിടയന്മാരുടെയും ജ്ഞാനികളുടെയും യേശുവിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, ക്രിസ്മസ് പഴയ വഴികൾ ഉപേക്ഷിച്ച് പുതിയ വഴികൾ തേടുകയാകുന്ന ഒരു അവസരം കൂടിയാണ്. യേശുവിനെ കണ്ടുപിടിയുമ്പോൾ തിരിച്ചു വന്ന് തന്നെ അറിയിക്കണമെന്ന ഹെറോദോസിന്റെ വഞ്ചനടഞ്ഞ വാക്കുകൾ കുടുങ്ങാതെ യേശുവിനെ കണ്ടായിരുന്ന ജ്ഞാനികൾ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ഈ ദൃഢനിശ്ചയം മാത്രം ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് എടുക്കാം. തിന്മയുടെ എല്ലാ ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പുതിയ വാതിലോട് നമുക്ക് ചരിക്കാം. അടുക്കും ചിട്ടയുമില്ലാത്ത സംസ്കാരത്തിൻ്റെ, അധികാരത്തിൻ്റെ, വഞ്ചനയുടെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ എന്നിവിധ എല്ലാ തർക്കദോഷങ്ങളിൽ നിന്നും നമുക്ക് പിന്തിരിയാം. നമ്മുടെ പരിമിതികളുടെ ചിത്രമാണ് കാലിത്തൊഴുത്ത്. അലങ്കോലപ്പെട്ട ഈ കാലിത്തൊഴുത്തിന് സമ്മാനമായി നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ മുട്ടുന്നു. യേശുവിനെ സ്വീകരിക്കുവാനായി സൽകൃത്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് നമുക്ക് ഒരുക്കാം. നമ്മുടെ അശുദ്ധമായ ജീവിത വ്യാപാരങ്ങൾ ഉണ്ണീശ്വർ കണ്ണുകൂട്ടുന്നതോടെ വിശുദ്ധമായി ഭവിക്കട്ടെ. കാലിത്തൊഴുത്തിൻ്റെ പരിമിതികളിൽ സംതൃപ്തി കണ്ടെത്തിയ തിരുകുടുംബത്തിൻ്റെ ദിവ്യചൈതന്യം നമുക്കും നമ്മുടെ ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള കരുത്ത് പ്രദാനം ചെയ്യട്ടെ. ഉണ്ണിയേശുവെ തൊട്ടുമുത്തുവാൻ മെമ്പർ കൊണ്ട നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരുടെ ഔട്ട്പുഷിലേക്ക് കടന്നു എന്ന് പ്രവർത്തിക്കുവാൻ ശക്തമായി തീരുവാൻ ദൈവപുത്രത്തിൻ്റെ പൊന്നണകകൾ കൊണ്ട് നമ്മെ ആശ്വസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പുതുവർഷത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും പൗത്രീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Well done, Joy. It was an amazing speech. UK-ലെ നമ്മുടെ മലയാളികളായ നമ്മളെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഏകഘടകം പഞ്ചസാരയേക്കാൾ മധുരവും വാളിനേക്കാൾ മൂർച്ചയും മതത്തേക്കാൾ ലഹരിയുമൊക്കെയുള്ള നമ്മുടെ സ്വന്തം ശ്രേഷ്ഠ ഭാഷ മലയാളമാണ്. UK-ലെ നമ്മുടെ പുത്തൻ തലമുറ നമ്മുടെ ഭാഷയും സംസ്കാരവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. Who has written this speech for you? Thank you. Who has written this speech for you? Jessie. Who is Jessie? Who is Jessie? Your Sunday school teacher. Okay, Jessie, Miss Jessie is present here. Oh, excellent. It was an amazing speech. We are expecting many more speeches from you like this. And തീർച്ചയായും നമ്മളുടെ ജോയലിൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറായ മിസ് ജെസ്സിക്കും വിൽ ഗീവ് ദം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. എക്സലന്റ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. കുളിരണിയിരിക്കുന്ന ഡിസംബർ ജനുവരി മാസങ്ങളെ ഊഷ്മളമാക്കുന്നത് എപ്പോഴും ക്രിസ്മസ് പുതുവത്സര ആശംസകളും സമ്മാന പൊതികളുമൊക്കെയാണ്. ഇത്തരത്തിൽ അതിമനോഹരമായ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസുമായി കടന്നു വരുന്നു മാനുവൽ വിനോദ്.